നവകേരള സദസ്സും അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ അതിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. അതേ ഉറപ്പ് ആവർത്തിക്കുകയാണ് നിയുക്ത MLA ആയ A.D. തോമസ്. വെട്ടിയ മഴ മറന്നാലും വെട്ടേറ്റ മരം അത് മറക്കില്ല. ആക്രമിക്കാൻ കൂട്ടുനിന്നവർക്കും അവർക്ക് കുട പിടിച്ചവർക്കുമെല്ലാം എതിരെ നടപടി ഉണ്ടാകുമെന്ന് A.D. തോമസ്. വെട്ടിയത് മഴ മറന്നാലും വെട്ടേറ്റ മരത്തിനത് മറക്കാൻ കഴിയില്ലല്ലോ. ആ മുറിവേൽപ്പിക്കപ്പെട്ടത് കേരളത്തിലെ പൊതുജനങ്ങൾക്കാണ്, പൊതുജനങ്ങളുടെ ആത്മാഭിമാനത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു നടപടി ആ വിഷയത്തിലുണ്ടാവും. അത് പ്രതികാര നടപടിയല്ല, നിയമപരമായി ജനാധിപത്യപരമായി എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന, ഇനി മേലാൽ ചെറുപ്പക്കാരെ കാണുമ്പോൾ, അഭിപ്രായം പറയുന്നവരെ കാണുമ്പോൾ, പ്രതിഷേധിക്കുന്നവരെ കാണുമ്പോൾ, കരിങ്കൊടി കാണിക്കുന്നവരെ കാണുമ്പോൾ അങ്ങ് തലതല്ലി പൊളിച്ചു കളയാം, അവരെ കിടക്കപ്പായിലങ്ങ് കിടത്തിക്കളയാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈ ഇനി ഉയരാതിരിക്കാനുള്ള ഒരു നടപടി ഉറപ്പായും ഉണ്ടാകും. അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ, അതിന് കുടപിടിച്ചു കൊടുത്തവർ, അവർക്കെതിരെയെല്ലാം ശക്തമായ നടപടി ഈ മന്ത്രിസഭയുടെ ഇടപെടലിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകമായി പറയാനുള്ളത്.